ബിഗ് ബോസ് മലയാളം സീസൺ 6 വിവാദ കൂട്ടുകെട്ടായിരുന്നു ജാസ്മിൻ ഗബ്രി കോംബോ. പല സീസണുകളിലും കോംബോകൾ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിലും നിശിതമായ വിമർശനമായിരുന്നു ജാസ്മിനും ഗബ്രിക്കും നേരിടേണ്ടി വന്നത്. പലപ്പോഴും വിമർശനം പരിധികൾ ലംഘിച്ച് അധിക്ഷേപത്തിലേക്ക് കടന്നു. പ്ലാൻ ചെയ്തുണ്ടാക്കിയ കോംബോയാണ് ജാസ്മിന്റെയും ഗബ്രിയുടെയും എന്നായിരുന്നു ചിലർ പ്രധാനമായും ആരോപിച്ചിരുന്നത്. എന്നാൽ എനിക്കങ്ങനെ ഒരു അഭിപ്രായം ഇല്ലെന്നാണ് ഷോയിലെ ഇരുവരുടെയും സഹമത്സരാർത്ഥിയും സുഹൃത്തുമായ റസ്മിൻ അഭിപ്രായപ്പെടുന്നത്. സൈന സൗത്ത് പ്ലസ് എന്ന യൂട്യൂബ് ചാനലിന് ജാസ്മിനൊപ്പം അഭിമുഖത്തിൽ പങ്കെടുത്തുകൊണ്ടാണ് റസ്മിൻ തന്റെ നിലപാട് തുറന്നു പറയുന്നത്. തുടക്കം മുതൽ തന്നെ ഇരുവരുടെയും കൂടെയുള്ള മത്സരാർത്ഥിയാണ് ഞാനും. ഇവരുടെ കൂടെ മാത്രമല്ല എല്ലാവരുടെ കൂടെയും ഞാനുണ്ടായിരുന്നു. ഇവർ മനഃപൂർവ്വം ഒരു കോംബോ ക്രിയേറ്റ് ചെയ്തതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അവസാനം അഭിഷേക് എന്നെ കൺഫ്യൂസ്ഡ് ചെയ്യിപ്പിച്ചിരുന്നു. അതുവരെ എന്റെ മനസ്സിൽ അങ്ങനത്തെ ഒരു ചിന്തയും ഉണ്ടായിരുന്നില്ലെന്ന് റസ്മി വ്യക്തമാക്കുന്നു. ജാസ്മിനും ഗബ്രി നല്ല രീതിയിൽ സംസാരിക്കുന്ന വ്യക്തികളാണ്. ഇവർ രണ്ടുപേരും ഒരു ടീമായി മുന്നോട്ട് പോയാൽ വളരെ കരുത്തായി മാറുമെന്ന് അകത്തുള്ള മറ്റുള്ളവർക്ക് തോന്നിയിട്ടുണ്ടാകും. അതുകൊണ്ടായിരിക്കാം മറ്റുള്ളവർ ഇവർക്കെതിരെ തിരിഞ്ഞതെന്നാണ് ഞാൻ കരുതുന്നത്. അവിടെയുള്ള എല്ലാവർക്കും ജാസ്മിനെ എന്തും പറയാമെന്നുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നതായി എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇങ്ങനെ എന്ത് തന്നെ ആര് പറഞ്ഞാലും അതൊക്കെ വിടെന്നും പറഞ്ഞ് ജാസ്മിൻ തന്നെ പിന്നീട് അവരുടെ പിന്നാലെ പോകും. അത്തരമൊരു ആറ്റിറ്റ്യൂഡുള്ള ആളെ മറ്റുള്ളവർ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കും. ആ ഒരു അവസ്ഥ ഇവൾ തന്നെ ഉണ്ടാക്കി കൊടുത്തതാണെന്നും ജാസ്മിനെ സാക്ഷി നിർത്തി റസ്മിൻ പറയുന്നു. ജാസ്മിൻ ഗബ്രി വിഷയം കൂടുതലും ചർച്ച ചെയ്യപ്പെട്ടത് വീക്കെൻഡ് എപ്പിസോഡുകളിലായിരുന്നു. അതിനെ ഫോക്കസ് ചെയ്ത് അതൊരു ടോപ്പിക്കായി മാറുകയും മറ്റുള്ളവർ അവരെ തകർക്കാനുള്ള നീക്കം തുടങ്ങുകയും ചെയ്തു. രണ്ടാമത്തെ വീക്കിൽ ജാസ്മിൻ വലിയ രീതിയിൽ മാനസികമായി തളർന്നിരുന്നു. ആ ഫോൺ കോളൊക്കെ വരുന്നത് ആ വീക്കിലാണ്. അത്രയും ജെന്യുനായി നിന്ന വ്യക്തിയാണ് ജാസ്മിൻ. ഞാനും ആദ്യം നിന്ന് കണക്ട് ചെയ്തത് ജാസ്മിനുമായിട്ടാണ്. ഞങ്ങൾ ഒരു ടീമായിരുന്നു. അന്നു മുതൽ അവളുടെ രീതികൾ എനിക്കറിയാം. എനിക്ക് പെട്ടെന്ന് കണക്ട് ചെയ്യാനും സാധിച്ചു. സ്നേഹിച്ചു കഴിഞ്ഞാൽ അങ്ങോട്ട് അങ്ങനെ തന്നെയായിരിക്കും ഇവൾ. ആ ഒരു രീതിയിൽ ഞാൻ ഇതിനെ കണ്ടിട്ടുള്ളൂ. അതുപോലെ ഇവൾ പറയുന്നത് പോലെ അവിടെ താങ്ങായി ഒരാൾ ഉള്ളത് നല്ലതാണെന്ന് റസ്മിൻ വ്യക്തമാക്കുന്നു. ജാസ്മിനെ തല്ലിപ്പോയ കാര്യം എങ്ങനെയോ സംഭവിച്ചു പോയതാണ്. കുറേ കാര്യങ്ങൾ എന്നെ കൺഫ്യൂസ്ഡ് ആക്കിയിരുന്നു. സത്യം പറയുകയാണെങ്കിൽ ബിഗ് ബോസ് കണ്ടുവന്ന ഒരു മത്സരാർത്ഥിയല്ല ഞാൻ. അതുകൊണ്ട് തന്നെ ആളുകൾ എങ്ങനെ നമ്മളെ മാനിപ്പുലേറ്റ് ചെയ്യുന്നു എന്നൊന്നും അറിയില്ല. ജാസ്മിനും നോറയും ഒക്കെ ഇതേക്കുറിച്ച് പറയുന്നുണ്ടായിരുന്നെങ്കിലും നമ്മൾ ആളുകളെ വിശ്വസിച്ച് പോകുമല്ലോ. എൻ്റെ മനസ്സിൽ എന്തെങ്കിലും കയറി കൂടിയിട്ടുണ്ടെങ്കിൽ അത് എൻ്റെ മുഖത്തും അറിയാൻ സാധിക്കും. ആ 2-3 ദിവസങ്ങളിലായി ഞാൻ ഇവളുടെ മുഖത്ത് നോക്കിയിട്ടില്ല. ജാസ്മിൻ പോലും അറിയാതെയാണ് അത് എൻ്റെ ഉള്ളിൽ കയറിയത്. പിന്നീട് അവൾക്ക് മനസ്സിലായെങ്കിലും ഞങ്ങൾ സംസാരിച്ചിരുന്നില്ല. ആ വിഷയം പറഞ്ഞു തീർക്കുന്നതിന് മുമ്പാണ് ടാസ്ക് വരുന്നതെന്നും എൻ്റെ കയ്യിൽ നിന്ന് പോകുന്നതെന്ന് റസ്മിൻ കൂട്ടിച്ചേർത്തു.